വ്യൂവേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ നാളെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മളിന്ന് നമ്മളുടെ വീട്ടിൽ നിന്ന് കുറച്ച് മുളക് കൃഷി ചെയ്തതൊക്കെ നമ്മളെടുത്തു. കാരണം ഇപ്പോൾ ഇനി ഓണമൊക്കെ ആവാറായില്ലേ, അപ്പോൾ ഒരുപാട് മുളക് നമുക്ക് കിട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചില്ലി വ്ളോഗാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ മുളകുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മൾ ബജ്ജി മുളകാണ്. ഇതിന് വലിയ സൈസൊന്നും വെച്ചില്ല. ഇതിപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം പൊട്ടിച്ചെടുത്തതാണ്. ഇതിപ്പം നല്ല മൂത്ത് കഴിഞ്ഞാൽ നല്ല എരിവ് വരും ഇതിന്. അപ്പോൾ അധികം മൂക്കാനൊന്നും നിർത്തിയില്ല, ഇങ്ങനെ മുന്നേ തന്നെ പൊട്ടിച്ചു. ഇനി ഇത് കുറച്ച് നോക്കിയിട്ട് കുറച്ച് ബജ്ജിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് ബജ്ജി മുളക്. ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല, എന്നാലും ഒരു പൊടിയാണുള്ളത്, അതുമ്പോഴാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ടൈപ്പ് മുളക് കേട്ടോ. ഇനി പിന്നുള്ളത് സാമ്പാർ മുളകാണ്. ഈ സാമ്പാർ മുളക് ഒരുപാട് ഉണ്ടാവാറുണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ കുറേയൊക്കെ പഴുത്തു. പിന്നെ ഇത് ജയ്പോങ് റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ജംബോ, ജയ്പോങ് അല്ല, ജംബോ. ജയ്പോങ് മറ്റേ അഗലോണിമല്ലേ, ജംബോ എന്ന് ഭയങ്കര എരിവാണ് കേട്ടോ ഈ മുളകിന്. ചെറുതാണ്, അതിന് സൈസൊന്നും വയ്ക്കാറില്ല, പക്ഷെ ഭയങ്കര എരിവാണ്. കണ്ട, ഇതാണ് ജംബോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി. പിന്നെ ഇത് വലിയ സൈസ് കാന്താരിയാണ്. ഇത്രയുണ്ട്. ഇത് കാന്താരി മുളക് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ സൈസ് കണ്ട കുറച്ച് കൂടുതലാണ്. പിന്നെ ഇത് പഴുക്കുമ്പം നമുക്കൊരു എന്താ പറയുക, സാധാ മുളക് പഴുക്കുന്നൊരു റെഡ് പോലത്തെ കളറല്ല കിട്ടണത്. ഒരു പഴുത്ത മുളക് ഇതിൽ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറാണ് കേട്ടോ പഴുക്കുമ്പോൾ നമുക്ക് കിട്ടണത്. അതാ ഈ കളറിൻ്റെയൊക്കെ ഒരു ഇതിൻ്റെ ഡാർക്ക്, ഇത് സാധാ നമ്മളുടെ കാന്താരി പഴുക്കുന്ന മുളകാണ്, കളറാണ്. പക്ഷെ ഇതല്ല, നല്ല ഡാർക്കായിട്ടുള്ളൊരു കളറാണ് കിട്ടണം. പിന്നെ നമ്മളുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വെള്ളക്കാന്താരി ഉണ്ടാവും. വെള്ളക്കാന്താരി നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, കുറച്ചധികം തന്നെയുണ്ട് വെള്ളക്കാന്താരി. കുറേയൊക്കെ പഴുത്തു തുടങ്ങി, മൂത്തതും മൂക്കാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അടുത്ത വെറൈറ്റി മുളക്. പിന്നെ മൂന്നാമത്തെ നമ്മളുടെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതാ ഈ സാധാ നമ്മളുടെ കാന്താരി മുളകാണ്. ഇതും നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്രാവശ്യത്തെ മുളക്. ഇത് കൂടാതെ ഇനി മുളകുകൾ കുറേ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം അത് മായതൊക്കെ ഇത്രയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇപ്പോൾ കളക്ട് ചെയ്തത്. ഇനി ഓണടുത്ത് കുറേയും കൂടി കളക്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയധികം മുളകൊക്കെ കിട്ടണം. ഇത്രയൊന്നും ഉണ്ടാവാറില്ല, കുറച്ചേ ഉണ്ടാവാറുള്ളൂ. സാമ്പാർ മുളകൊക്കെ നല്ല പഴുത്ത് തുടുപ്പനായിട്ട് കുറേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ നല്ല നീളത്തിലുള്ളൊരു വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്കിപ്പോൾ ഇവിടെ ഇപ്പം ഇല്ല. അതൊന്നും ഉണ്ടായിരുന്നു, കുറേയൊക്കെ വേറെ വെറൈറ്റീസൊക്കെ ഉണ്ടായി, അതൊക്കെ പോയിട്ട് ഇപ്പോൾ കിട്ടിയേക്കണതാണ് ഇത്രയും മുളകുകൾ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചില്ലി വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യാൻ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.